ஹே ஹலோ கைஸ் வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம ஏற மூவிலேருந்து பார்த்தீங்கன்னா சீன் 6 தான் இன்னைக்கு வந்து நம்ம ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 5 வரைக்கும் நம்ம ரியாக்ட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக செட் பண்ணி பாருங்க. சீன் 5 வரைக்கும் வந்து பார்த்தீங்கன்னா, அந்த டொவினோ வந்து பார்த்தீங்கன்னா நார்மலாக தான் வந்து காமிச்சிட்டு இருக்காங்க. லாஸ்ட்டாக வந்து பார்த்தீங்கன்னா சீன் 5ல வந்து பார்த்தீங்கன்னா வேற ஒரு டொமினோ வந்து காமிச்சாங்க. வேற மாதிரி ஒரு உக்கிரமாக வந்து பார்த்தீங்கன்னா இருந்தார். ஒரு வித்தியாசமான கேரக்டராக இருந்துச்சு. போலீஸ் கூட வந்து பார்த்தீங்கன்னா சண்டை போட்டு கும்மி வந்து எடுத்துட்டாரு. அந்த சிலையை கூட வந்து பார்த்தீங்கன்னா காணோம்னு சொல்லிட்டு வந்து பார்த்தீங்கன்னா தேடிக்கிட்டு இருப்பாங்க. அது டொவினோ தான் எடுத்திருப்பாருன்னு சொல்லிட்டு அவர் வந்து பார்த்தீங்கன்னா மாட்டி விடலாம் அப்படின்னு சொல்லிட்டு வீடியோவில் வந்து பார்த்தீங்கன்னா ஷூட் பண்ணியிருப்பாங்க. என்ன கதையாக போதும் என்னன்னு சொல்லிட்டு தெரில. நம்ம வீடியோக்குள்ளே போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ளே பார்த்துக்கு முன்னாடி இன்னும் நீங்கள் யார் நம்ம சேனல் சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இப்போ வாங்க வீடியோக்குள்ளே போகலாம். மறக்காமல் லைக் பண்ணிடுங்க. டொவினோடைய கண்ணு பாருங்களேன் எப்படி இருக்குன்னு. എന്റെ ആകാശവും മണ്ണുമെല്ലാം നീയാ. ഇതെന്റെ ഒരു കടാണ്. ഇത് നിങ്ങളുടെ ചവിട്ട് വെക്കേക്കാൻ പക്ഷേ ചുള്ളിലെ പുകച്ചിലോ ஐயோ ഈടത്തെ വെറ്റിനേക്കാളും എന്തു ഗുണാണ് രാവിലെ വരുന്നില്ലേ. ഒറ്റത്തുനിന്ന് വണ്ടി പോയതല്ല, ദൂരത്തുനിന്നെങ്കിലും എനിക്ക് ആ വളക്കൊന്ന് കാണാനുള്ള പൂതി കൊണ്ട് പോയതാ. എന്റെ മാറ്റത്തിന് വിലയിട്ട കാവിലേക്ക് ഇനി ഞാൻ പോല. ആ വളക്കെനിക്ക് നീ കാണാൻ വേണ്ട. നിന്റെ മാനത്തിന്റെ വില എന്താന്ന് ഞാൻ ഈ നാട്ടുകാരെ പഠിപ്പിച്ചോളാം. கண்ணை பாருங்க மோடி. ഈ കടം ഞാൻ പാട്ടും. ஓ இவர் தான் எடுத்திருக்காரு. കഥ എടുത്തിருக்கு. ജ്യോതിക്കാവിലെ വിളക്കിന് ഇതിനു മുമ്പ് ഒറ്റ തവണ ഇളക്കം തട്ടിയിട്ടുള്ളൂ. അത് മണിയൻ മോഷ്ടിച്ചപ്പോഴാ. സൂത്രശാലികളായ കള്ളനും കൊല്ലനും ചേർന്നുള്ള ഒരു ഡെഡ്ലി കോംബോ. അവരിവിടെ ഒരു ബ്രില്യൻ സ്വാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. അവര് മോഷ്ടിച്ച ആ ഒറിജിനൽ വിളക്ക് അവരെവിടെ ഒളിപ്പിച്ചു. ഇത്രയും നാൾ നിന്റെ നാട്ടുകാർ കണ്ടു തൊഴുത്തത് വിലയില്ലാത്ത ഒരു ഫേക്ക് വിളക്ക്. ഇത് എന്നെ പെടുത്തതിന്റെ ഉദ്ദേശം എന്താ പറയാം. കള്ളം മണിയൻ ഒളിപ്പിച്ച ആ വിളക്കിനെ അജയൻ തന്നെ കണ്ടുപിടിച്ചത്.
ഉത്സവത്തിന് നട തുറക്കുന്നത് വരെ നിനക്ക് സമയമുണ്ട്. അതിനു മുമ്പ് ആ വിളക്ക് എന്റെ കയ്യിൽ കൊണ്ട് തന്നാൽ കാവിലുണ്ടായിരുന്ന വിളക്ക് അവിടെ തന്നെ എത്തും. അല്ലെങ്കിൽ മണിയന്റെ ഗതി തന്നെയായിരിക്കും നിനക്ക്. അയ്യോ So, this is the deal. பேக்ரவுண்ட் ஸ்கோர் நல்லா இருக்கும். അപ്പൊ മണിയനെ വിളക്കുമായിട്ട് നാട്ടുകാർ പിടിച്ചത്? അയാള് പറഞ്ഞ പോലെ അച്ചാച്ചൻ ശരിക്കും വിളക്ക് ഒളിപ്പിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കാവിൽ കൊണ്ടാക്കാൻ പോയിക്കൂടെ. ഓയ് ഡബിൾ ആക്ടറോ? അച്ചാച്ചൻ ഒളിപ്പിച്ച ശരിക്കും ജ്യോതി വിളക്ക് ഈ നാട്ടിലെ എവിടെയോ. ഉത്സവത്തിന് മുമ്പ് തപ്പി കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും അച്ചാച്ചനെ പോലെ ഞാനും കള്ളന. ജ്യോതി വിളക്ക് കണ്ട കള്ളൻ. കള്ളൻ തന്നെയാടാ ആദ്യം ഉണ്ടായത്. നിന്നെ പോലത്തെ കള്ളനെ പിടിക്കാൻ ഈ പോലീസും ಗೊತ್ತಾಯ್ತೇನೋ മകന്. അയ്യോ ഒളിപ്പിച്ച വിളക്കൻ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കും. എന്റെ മോനെ വിളക്ക് കപ്പാനാ? ഇത് കാനായിപ്പുഴ വടക്കേ കണ്ടത്തിന്റെ അതിരാന്നത്. ഈ ചിയോതിക്കാവിൽ അച്ചച്ചൻ പോവാൻ സാധ്യതയില്ല എല്ലാ സ്ഥലവും നമുക്ക് കണ്ടുപിടിക്കണം. അതിന് മൂപ്പര് വിളക്കാക്കാൻ പോയത് മാപ്പ് നോക്കിട്ടാ? മൂപ്പര് കക്കാൻ പോയതിന്റെ അല്ല, നീ പോയ വഴി കിട്ടിയാ മതി. കഴിഞ്ഞ 60 കൊല്ലായിട്ട് വലിയ മാറ്റമൊന്നും സംഭവിക്കാത്ത സ്ഥലം ഈ ചിയോതിക്കാവ്. ഞാനങ്ങനെ ഒരുപാടൊന്നും പോയിട്ടില്ലടാ. ആപ്പാടിന് ഉത്സവത്തിന് 10 ദിവസമല്ലോ. അതിന്റെ ഇടയിൽ വിളക്ക് കപ്പി നടക്കുന്നതിന് പകരം ഈ നാട്ടിൽ നിന്ന് മുങ്ങുന്നാ ബുദ്ധി. മുങ്ങണോ പൊങ്ങണോ എന്നെല്ലാം ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ ഉപദേശം ഇങ്ങോട്ട് വേണ്ട, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. പക്ഷെ എനക്ക് പറയാനുള്ളത് ഞാൻ പറയും. നീ ആ സുദേവന്റെ കയ്യിലെ പൊമ്മയാണ് പൊമ്മ. അത് ഞാൻ നോക്കിക്കോളാം. സുദേവൻ നിന്റെ പോലത്തെ ലോക്കൽ കളറൊന്നുമല്ല. ഓൻ കച്ചു കെട്ടി ഇറങ്ങിയതാ. സൂക്ഷിച്ച് കളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പെടും. അപ്പൊ എനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? கண்ணாடி எவ்வளவு பெருசு. നീ എന്തായാലും പെട്ടുമല്ല. വിളക്കാടനെ കിട്ടും. നീ എന്റെ പേരിൽ മോഷ്ടിച്ച എല്ലാ സാധനങ്ങളും അതാത് വീടുകളിൽ തിരിച്ചെത്തിക്കണം. നീ മുതലെടുക്കുകയാണല്ലോ. ഞാൻ ഇതിന് മാത്രം റിച്ചൊന്നുമല്ലടാ. നിന്റെ അച്ഛൻ ചന്തുവാരി റിച്ചാണല്ലോ. അയാളെ വീട്ടിൽ പൈസ പൂത്തിട്ടുണ്ടാവും. ആർന്നടിച്ചാ മതി. ഞാനാ വീട് മൊത്തം ഇയാളെ പൈസ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ ഭഗവാനെ. അച്ഛൻ ട്യൂഷന് പോയിക്കോന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് പോയ മാല കിട്ടി. നാഗക്കണ്ടത്തിൽ മാത്രം ഞാൻ കൊന്നാലും കയറൂല. തെക്കുംപാടം വിളക്കുണ്ടാക്കിയ സ്ഥലമാണ്. അവിടെ തപ്പിയേ പറ്റൂ. കാട് പോലെ ഒരു സ്ഥലമായിരുന്നു. കേളൂന്റെ അസ്ഥിത്തറയിൽ നിന്റെ അച്ചാച്ചൻ വിളക്ക് ഒഴിച്ചിടും വിചാരിച്ച നിന്നോട് എനിക്ക് സഹതാപം ഉണ്ടാക്കിയ അജയ. നിന്റെ ബുദ്ധി എന്റെ കെണിയും കൂടെ ആയാൽ നമുക്കിവിടെ നല്ല വില സുരസം. ഈ വെറുതെ ഒന്ന് ഇരുന്ന് തന്നാ മതി. പുതിയ ടെക്നോളജി ഇല്ല കള്ളന്മാർക്ക് ഇവിടെ നല്ല അടിവരാ. അയ്യോ കള്ളന്മാർക്ക് നല്ല കുഴിക്കണ്ട്.
കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു പേടി. ഇനി എന്താക്കുമെന്ന് എനിക്കറിയില്ല. ഉത്സവത്തിന് ഇനി 2 ദിവസം ബാക്കിയുള്ളൂ. നമുക്ക് ഈ വിവരം പോലീസിനെ അറിയിച്ചാലോ? അതുകൊണ്ടെന്താ കാര്യം? അല്ലെങ്കിൽ അവരെ കണ്ണിലെ കാരണമാണ് ഞാൻ. പോരാത്തിന് സുദേവന്റെ കയ്യിൽ എന്നൊക്കെ വിരത്തേട്. വിളക്ക് കണ്ടുപിടിക്കല്ലാണ്ട് വേറെ വഴിയില്ല. விளக்கு யாருக்கிட்ட இருக்குன்னு சொல்லி தரல. ധൈര്യമായിരിക്കും, എന്ത് വന്നാലും ഞാൻ ഉണ്ടാവും. ദാറ്റ് ഈസ് ലവ്. ഉത്സവത്തിന് നട തുറക്കുമ്പോ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ അന്ന് ഈ കോൺഫിഡൻസ് എല്ലാം നിനക്കുണ്ടാവാം. അജയേട്ടന് ആ വിളക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട്. നാടറിയാത്തൊരു കളവിന്റെ രഹസ്യം ഞാനീ പരതിക്കൊണ്ടിരിക്കുന്നു. ചിയോദിക്കാവിൽ ഇനി തപ്പാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ലേ അജയേട്ടന് പോയിട്ടുള്ളൂ. മണിയനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ല ഈ ചിയോദിക്കാവില്. ചത്താലേ ഈ പാരമ്പര്യം തീരുള്ളൂ. എന്റെ മോനെ പ്രേമ ஐயோ. എന്റെ മോനെ പ്രേമം. മണിയനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ല ഈ ചിയോദിക്കാവില്. ஃபுல் ஜோக்கை ஒருத்தர் யாருன்னா போட்டிருந்துருமா. போச்சு வெளியே. என்னத்தை தேடிட்டு போறாரு? போச்சு, லைட் வந்து அடிக்க போகுது. ஐயோ. എന്റെ മോന് മഴയായും കാറ്റായും വന്നിട്ട് അച്ചാച്ചനാണ്. மணி 2 டபுள் ஆக்டருங்க. நான் ஒருத்தர் தான் நினச்சிக்கிட்டு இருக்கேன். சூப்பராக இருந்துச்சு. 2 டொவினோ தாமஸ்ன்னு நினைக்கிறேன். அது ஒரு டொவினோ தாமஸ் வந்து பார்த்தீங்கன்னா, அந்த விளக்கு வந்து பார்த்தீங்கன்னா, அவர் தான் வந்து எடுத்திருக்காரு. அந்த பழி வந்து இவர் மேலே வரப்போதா என்னன்னு சொல்லிட்டு தெரில. அந்த விளக்கு எப்படின்னா வந்து தேடி கண்டுபிடிக்கணும் அப்படின்னு சொல்லிட்டு வந்து பார்த்தீங்கன்னா சுற்றிட்டு இருக்காங்க. அந்த சீனையும் வந்து பார்த்து காமிச்சாங்க. டொவினோ வந்து விளக்கு எடுத்துகிட்டு போகிற மாதிரி அவங்களாம் வந்து வலைய வீசி பிடிச்சிட்டாங்க. அவர் வந்து கொல்லுடா கொல்லுடா அப்படின்னு ஒரு கன்ஃபயர் வந்து வந்துச்சு. அவரை சுட்டாங்களா என்னான்னு சொல்லிட்டு தெரியல. அதை அப்படியே வந்து கட் பண்ணிட்டு வந்து பார்த்தீங்கன்னா இந்த டொவினோ வந்து பார்த்தீங்கன்னா காமிச்சாங்க. அந்த விளக்கை வந்து தேடுறதான் கதைன்னு சொல்லிட்டு நினைக்கிறேன். அடுத்தடுத்து என்ன வருதுன்னு சொல்லிட்டு நம்ம நெக்ஸ்ட் சீனில் தான் பார்க்கணும். ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்துக்கிறதுனா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோவில் நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.